വെൽക്കം ബാക്ക് ടു Xylem Learning Anatomies ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് ഫിസിക്സ് പഠിക്കാം അല്ലെ. അപ്പൊ എനിവേ മക്കളെ എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് മിസ് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് NCERT ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇന്നത്തെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് ലൈക്ക് ചെയ്യാം. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ക്യാൻ എ ക്ലിനിക്കൽ തെർമോമീറ്റർ ബി യൂസ്ഡ് ഫോർ മെഷറിംഗ് എ ടെമ്പറേച്ചർ ഓഫ് എ ബോയിലിംഗ് വാട്ടർ ഓർ ഫോർ മെഷറിംഗ് എ ടെമ്പറേച്ചർ ഓഫ് ഐസ്? അതായത് നമുക്കറിയാം ഇങ്ങനെ ബോയിൽ ചെയ്യുന്ന സമയത്ത്, അതായത് ബോയിലിംഗ് വാട്ടറിന്റെ ടെമ്പറേച്ചർ അളക്കാനും ഐസിന്റെ ടെമ്പറേച്ചർ അളക്കാനും നമ്മുടെ ക്ലിനിക്കൽ തെർമോമീറ്റർ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ് ചോദ്യം. ഓൾറെഡി നമുക്കറിയാം നമ്മൾ രണ്ട് തരത്തിലുള്ള തെർമോമീറ്റർ ആണ് പഠിച്ചത്. ഒന്ന് ക്ലിനിക്കൽ തെർമോമീറ്ററും അതുപോലെ തന്നെ രണ്ടാമത്തേത് ലബോറട്ടറി തെർമോമീറ്ററും. ഈ ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറയുന്നത് 35 ഡിഗ്രി സെൽഷ്യസ് തൊട്ടിട്ട് 42 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ആ ഒരു ടെമ്പറേച്ചർ മാത്രമേ നമുക്ക് ക്ലിനിക്കൽ തെർമോമീറ്റർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അളക്കുന്നതിനാണ് കൂടുതലായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ ക്ലിനിക്കൽ തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബോയിലിംഗ് വാട്ടർ നോക്കാം. അത് എത്രയിലാണ്? 100 ഡിഗ്രി സെൽഷ്യസിലാണ്. അതുപോലെ തന്നെ ഐസ് ആവുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ഈ 2 ഡിഗ്രി സെൽഷ്യസ് നോക്കിയാലും അത് രണ്ടും ഇവർക്കിടയിൽ വരുന്ന ഒരു സംഖ്യ അല്ല അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ക്ലിനിക്കൽ തെർമോമീറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പറയുന്ന ബോയിലിംഗ് വാട്ടറിന്റെ ടെമ്പറേച്ചറും ഐസിന്റെ ടെമ്പറേച്ചറും നമുക്ക് അളക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇതിന്റെ ആൻസർ മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം ഇതാണ്ട്: നമുക്ക് ക്ലിനിക്കൽ തെർമോമീറ്ററും ലബോറട്ടറി തെർമോമീറ്ററും ജസ്റ്റ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറയുന്നത് 35 to 42 ഡിഗ്രി സെൽഷ്യസ്, ലബോറട്ടറി തെർമോമീറ്റർ എന്ന് പറയുന്നത് -10 to 110 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, 110 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ തന്നെ ക്ലിനിക്കൽ തെർമോമീറ്റർ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ലബോറട്ടറി തെർമോമീറ്റർ ലാബിലൊക്കെ നമ്മുടെ ഒബ്ജക്റ്റുകളുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് ക്ലിനിക്കൽ തെർമോമീറ്ററിൽ കിങ്ക് എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ ലബോറട്ടറി തെർമോമീറ്ററിൽ കിങ്കിന്റെ ആ ഒരു പ്രസൻസ് നമുക്ക് കാണില്ല. നമുക്കറിയാം അതിന്റെ ഉള്ളിൽ മെർക്കുറി ഉണ്ട്, ബൾബിന്റെ ഉള്ളിൽ മെർക്കുറി ഉണ്ട്. ആ മെർക്കുറി അതിന്റെ ആ ഒരു റീഡിങ് നോക്കിയിട്ടാണ് നമ്മൾ ഇതിന്റെ വാല്യൂ നമ്മൾ റിക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പൊ മെർക്കുറി മുകളിലേക്ക് ഉയർന്നു പൊങ്ങിയിട്ട് പിന്നെ താഴോട്ട് തിരിച്ച് വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന കിങ്കിന്റെ ആ ഒരു പ്രസൻസ് നമുക്കുള്ളത്. അതാണ് ഇവിടെ പറയുന്നത് കിങ്ക് പ്രിവെന്റ് ഇമ്മീഡിയറ്റ് ബാക്ക് ഫ്ലോ ഓഫ് മെർക്കുറി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇതാണ്, ഫിൽ ഇൻ ദി ബ്ലാങ്ക് ആണ്. നോക്കിക്കോളൂ. ദ ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ സിസ്റ്റം ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഇറ്റ്സ് എന്താണ്? ടെമ്പറേച്ചർ അല്ലെ, ടെമ്പറേച്ചർ. അതുപോലെ ദ ടെമ്പറേച്ചർ ഓഫ് എ ഐസ് കോൾഡ് വാട്ടർ കനോട്ട് ബി മെഷേർഡ് ബൈ എന്താണ് മക്കളെ? നമ്മുടെ ക്ലിനിക്കൽ തെർമോമീറ്റർ. യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഈസ് ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പൊ ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം ഇതുപോലെ കാണാം. അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.